നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ബാലപീഡനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പരാമർശം നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുക്കും. ഒരാഴ്ച മുൻപ് മുഹമ്മദ് ഫർഹാദ് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയും നടന്നിരുന്നു. പിന്നാലെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന പോക്സോ നിയമപ്രകാരം മുഹമ്മദ് ഫർഹാദിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപി ലോക്നാഥ് ബെഹ്റയ്ക്ക് നിരവധി പരാതികളും ലഭിച്ചിരുന്നു. ഇതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ ഹൈടെക് സെല്ലിനോട് ഡിജിപി ആവശ്യപ്പെട്ടിരുന്നു. ഡിവൈഎസ്പി ബിജുമോൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനമായത്. മുഹമ്മദ് ഫർഹാദ് എന്ന യുവാവ് ഒരു പോസ്റ്റിന് താഴെ എഴുതിയ കമന്റാണ് ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെച്ചത്. താൻ നിത്യവും കാണുന്ന 5ാം ക്ലാസ്സുകാരിയോട് നല്ല കാമം തോന്നുന്നുണ്ടെന്നും ആ കുട്ടിക്ക് താൻ ദിവസവും മഞ്ച് വാങ്ങിക്കൊടുക്കാറുണ്ടെന്നുമായിരുന്നു യുവാവിന്റെ കമന്റ്. ഈ കമന്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ ഇയാളുടെ അഭിപ്രായത്തെ പിന്തുണച്ചും എതിർത്തും പ്രതികരണങ്ങളെത്തി. സംഭവം വിവാദമായപ്പോൾ യുവാവ് കമന്റ് ഡിലീറ്റ് ചെയ്യുകയും തന്റെ ഫേസ്ബുക്ക് ഐഡി ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീടും പല സാമൂഹ്യ പേജുകളിലും ഗ്രൂപ്പുകളിലും പീഡോഫീലിയെക്കുറിച്ചുള്ള ചർച്ച ഈ കമന്റിനെ മുൻനിർത്തി നടന്നിരുന്നു. ചർച്ചയായതിനെ തുടർന്ന് വിശദീകരണക്കുറിപ്പ് ഫർഹാദ് വീണ്ടും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊട്ടിയൂരിൽ പീഡനം നടത്തിയ വൈദികനെതിരെ നടപടിയെടുക്കണമെന്നും അതിന്റെ പേരിൽ പാവപ്പെട്ട പീഡോഫൈൽസിനെതിരെയും അനാർക്കിസ്റ്റുകൾക്കെതിരെയും ഉപദ്രവം ഉണ്ടാകരുതെന്നുമാണ് താൻ പറയാൻ ഉദ്ദേശിച്ചതെന്നുമായിരുന്നു കമന്റ്. എന്നാൽ ആ കമന്റിനും ചർച്ചകളെ നിർത്താനായില്ല. തുടർന്നും ഫേസ്ബുക്കിലാകെ ഇതേക്കുറിച്ച് ചർച്ച നടന്നതിനെ തുടർന്ന് ഫർഹാദിനെതിരെ നടപടിയെടുക്കണമെന്നും ഇയാൾ മഞ്ചു വാങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ രക്ഷിക്കണമെന്നും കാണിച്ച് ചിലർ പരാതി നൽകിയിരുന്നു. പരാതി നൽകിയവരിൽ ചലച്ചിത്ര സംവിധായകൻ MA നിഷാദ്, മാധ്യമപ്രവർത്തകൻ സുജിത് ചന്ദ്രൻ, തിരുവനന്തപുരത്തെ കൗൺസിലർ വിനു എന്നിവരുണ്ടായിരുന്നു. പരാതി നൽകി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫർഹാദിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കേരള സൈബർ വാരിയേഴ്സ് ഹാക്ക് ചെയ്തത്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.